അതായത് നമുക്ക് ഇതേ ഇതേപോലൊരു പാരലൽ ആന്ധ്രയിൽ നടന്നതാണ്. ഉത്തം റെഡ്ഡി എന്ന രാജീവ് ഗാന്ധിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് എയർഫോഴ്സുകാരനായിരുന്നു അവിടുത്തെ PCC പ്രസിഡന്റ് വർഷങ്ങളോളം. പക്ഷെ അദ്ദേഹത്തിന് KTRന്റെ പാർട്ടിയുമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം രേവന്ത് റെഡ്ഡിയാണ് ഈ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധി പ്രിഫർ ചെയ്തത്, അതായത് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയാക്കിയത് രേവന്ത് റെഡ്ഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗിവൺ ഫ്രീ ഹാൻഡ് ടു രാഹുൽ ഗാന്ധി ഹിസ് ചോയ്സ് വിൽ ബി സതീശൻ എന്നാണ് എൻ്റെ ഒരു റീഡിങ്. പിന്നെ കോൺഗ്രസിൽ പല ശക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ഹോം മിനിസ്റ്റർ എന്ന പദവി KC വേണുഗോപാൽ ഉള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ ഇക്വേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ദേശീയ പദവി അത് ഫൈറ്റ് ചെയ്ത് കിട്ടേണ്ടതാണ്, അല്ലാതെ ഇപ്പോൾ കിട്ടുന്നതല്ല. അതാണ് താങ്കൾ പറഞ്ഞാണ്. ഇത് സ്വാഭാവികമായി സതീശനിൽ വന്നു ചേരേണ്ട ഒരു പദവിയാണ്. ജയിക്കുകയാണെങ്കിൽ UDF, ഇപ്പോൾ UDF ജയിക്കുമെന്നുള്ളത് ജയിച്ച പോലെയാണ് ഇപ്പൊ കേരളത്തിലെ സംസാരം. ഞാൻ അതെനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം. ഇപ്പോൾ അങ്ങനെ ഒരു ശ്രുതിയിലൂടെ നിങ്ങൾ ഏതെങ്കിലും മണ്ഡലത്തിൽ പോയി ചോദിച്ചാൽ, ഇപ്പൊ മട്ടന്നൂരിൽ പോയി ചോദിച്ചാൽ പോലും പറയുക, അയ്യോ ഇവിടെ മട്ടന്നൂരിൽ CPMന്റെ സ്ഥിതി കുറച്ച് വിഷമമാണല്ലോ എന്നാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും നമ്മൾ UDFന് ഒരു മേൽക്കൈയുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സതീശനാവേണ്ടിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശനെ അവർ അങ്ങനെ ഉയർത്തി കാട്ടിയില്ല എന്നുള്ളത് തന്നെ കോൺഗ്രസിനകത്തുള്ള വടംവലിയുടെ ലക്ഷണം തന്നെയാണ്. കാരണം രമേശ് ചെന്നിത്തല അസംതൃപ്തനാണ്. അത് വെറുതെ ഇനി ചർച്ച ചെയ്യാനൊന്നുമില്ല. രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ രമേശ് ചെന്നിത്തല അസംതൃപ്തനാണ്. തന്റെ സീനിയോറിറ്റിയും തന്റെ അദ്ദേഹത്തിന്റെ ദേശീയ പ്രതിച്ഛായ സതീശനേക്കാൾ എത്രയോ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമായിട്ടുള്ള അടുപ്പം എത്ര വലുതായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ സതീശന്റെ പബ്ലിക് അപ്പീലിന് പൊതു ആകർഷണീയത ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല. KC വേണുഗോപാലിന് ഒട്ടുമില്ല. അദ്ദേഹത്തെ കേരളത്തിൽ ആളുകൾ കാണുന്നത് ഒരു ഈ യന്ത്രം തിരിക്കുന്ന ആളെന്നതിനപ്പുറം കേരളത്തിന്റെ ബഹുജന നേതാവായി KC വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ കാണുന്നില്ല. ഷാഫി പറമ്പിൽ ഒരു പക്ഷെ സതീശനെക്കാട്ടിൽ ജനപ്രിയതയുള്ള കോൺഗ്രസ് നേതാവാണ്. ശശി തരൂർ, അദ്ദേഹം ഇവരെക്കാൾ എല്ലാം ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നു, ഇല്ലേ? ഇനി ഞാൻ പറയാം, മുരളീധരൻ ചെല്ലുന്നെടുത്ത ആളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഇപ്പൊ ഇത്തരത്തിലുള്ള ഏത് മാനദണ്ഡം കൊണ്ടും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനേക്കാൾ ഉയരത്തിൽ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇത് തന്നെയായിരിക്കും കേരളത്തിന്റെ പൊതു മനസാക്ഷി, പ്രത്യേകിച്ച് UDFന് വോട്ട് ചെയ്തവരുടെ പൊതു മനസാക്ഷി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, പ്രായത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. താങ്കൾ പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ ക്യാമ്പയിൻ ചെയ്യുന്നു. ശരിയാണ്, ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ പിന്നെ ഈ പറയുന്ന KC വേണുഗോപാൽ വേറെ എൻ്റെ ഒരു സുഹൃത്തായ സുധാ മേനോൻ എന്ന പാർട്ടിയുടെ കോൺഗ്രസിന്റെ വലിയൊരു സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ ആണ്. അവർ വളരെ വലിയ പ്രബന്ധമാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നമ്മളെല്ലാം അവർ രണ്ടുപേരും പയ്യന്നൂർക്കാരാണ്. അവര് പയ്യന്നൂർക്കാരാണല്ലേ? അതുകൊണ്ടാണ്. എന്നാലും എനിക്കത് വളരെ അപഹാസ്യമായി തോന്നി. ഇങ്ങനെ എണ്ണി നമ്മളൊന്നും കാണാത്ത ഓരോ ചെറിയ കാര്യങ്ങളും പണം വന്നതും ഇതൊക്കെ അന്തർനാടകങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷെ ഇത്ര പരസ്യമായി ലോബി ചെയ്യുക എന്ന് പറയുമ്പോൾ ആരാണ് സുധാമേനോട് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ട്. ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നുള്ളത് കൃത്യം. അവർ കേരളത്തിലല്ല. കേരളത്തിലല്ലാത്തതിന്റെ സകല കുഴപ്പവും എനിക്ക് ആ വായനയിൽ തോന്നി. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ആർക്കാണ് ജനപ്രിയത കൂടുതൽ എന്ന ഒറ്റ ചോദ്യം KC വേണുഗോപാലിനാണോ സതീശനാണോ രമേശ് ചെന്നിത്തലയ്ക്കാണോ? രമേശ് ചെന്നിത്തലയെക്കാട്ടിലും KC വേണുഗോപാലിനേക്കാളും ജനപ്രിയത ഇന്ന് ഈ പറയുന്നവർ ശശി തരൂരിനും മുരളീധരനും ഉണ്ടെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. കാരണം ഒരു കോൺഗ്രസ് നേതാവ് ഒരു രാത്രി പറയാതെ
ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ 10 കോൺഗ്രസ്സുകാർ താനേ വരുന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? മുരളീധരനുണ്ട്, ശശി തരൂരിനെ കാണാൻ ആളുണ്ട്, സതീശനെ കാണാൻ ആളുണ്ട്, ഷാഫി പറമ്പിൽ വന്നാൽ ആൾക്കൂട്ടമുണ്ട്. ഇത് എങ്ങനെ കെ സിക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ കെ സി എന്തുകൊണ്ടാണ് ഇത്ര എനിക്ക് തോന്നുന്നു കെ സിയിൽ എന്തോ ഒരു അരക്ഷിതാവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ എന്തോ ഒരു അരക്ഷിതാവസ്ഥ. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സർ, അതിന് ഒരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ ഒരു സംസാരമുണ്ട്. അദ്ദേഹം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി മേഖലയിൽ കോൺഗ്രസിനെ അത്ര ശക്തമായി നയിക്കാൻ കഴിയുന്നില്ല. ബോംബെയില്, മഹാരാഷ്ട്രയില് താങ്കൾക്ക് ഓർമ്മയുണ്ടോ അറിഞ്ഞൂട, സീറ്റ് വിതരണത്തിൽ പലരും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹിന്ദിയും ഇംഗ്ലീഷും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വരെ പലരും പറഞ്ഞു പബ്ലിക്കായിട്ട്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് മഹാരാഷ്ട്രയിലാണെങ്കിൽ താങ്കൾക്കറിയാമല്ലോ യു പിയിലും എം പിയിലും ഒക്കെ എന്താണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ പ്രശ്നം ഹിന്ദി ഹാർട്ട്ലാൻഡിലാണ്. അവിടെ അവർക്ക് ഹിന്ദി ലാംഗ്വേജും കൾച്ചറും അറിയാവുന്ന ഒരാളെ വേണം എന്ന് ഹൈക്കമാൻഡ് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കെ സിയെ വളരെ വളരെ എന്താണ് തിക്കിംഗ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ സർ. അത് ഞാൻ കെ സിയുടെ പക്ഷത്താണ്. ഈ കെ സിയേക്കാൾ നല്ല ഇംഗ്ലീഷുള്ള ഏത് വടക്കേ ഇന്ത്യൻ കോൺഗ്രസ് നേതാവാണ് ഇപ്പൊ ഇന്നുള്ളത്? അത് നിൽക്കട്ടെ, കോൺഗ്രസിന് കേരളത്തിലുള്ള ശക്തിയുള്ള ഈ കെ സി വേണുഗോപാലിന്റെ കേരളത്തിൽ കോൺഗ്രസിനുള്ള വേരോട്ടമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഈ വടക്കേ ഇന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനുള്ളത്? അപ്പൊ ഞാൻ അങ്ങനെ അത്തരത്തിൽ ഇവിടെ അതല്ല, അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഇവിടെ ഫൈറ്റ് ചെയ്ത് കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാൻ ശക്തിയുള്ള നേതാക്കൾ, സച്ചിൻ പൈലറ്റിന്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർ അങ്ങനെ പക്ഷേ ചെറിയാൻ രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിൽ വേണ്ടെങ്കിൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടാണോ അദ്ദേഹത്തെ മാറ്റേണ്ടത്? അതെന്ത് ന്യായമാണ്? അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചെറിയാൻ, ആലപ്പുഴയിൽ നിന്നുള്ള എം പിയോ? എന്താ ഈ പറയുന്നത്? അദ്ദേഹം രാജ്യസഭാ എം പി അല്ലേ? അദ്ദേഹം രാജ്യസഭാ എം പി ആണ്. അദ്ദേഹം എവിടെ? അദ്ദേഹം അസംബ്ലിയിൽ സുരക്ഷിത കേരളത്തിലെ ആലപ്പുഴയിലുള്ള എം പി ആണ് ഇപ്പോൾ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അദ്ദേഹം എം പി. അതെ, അല്ല അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇത്തവണ പിന്നെ രാജ്യസഭ ഈ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ആ രാജ്യസഭാ സീറ്റിലെ സ്ഥാനം BJPക്ക് നൽകിക്കൊണ്ടല്ലേ? പ്ലീസ് ചെക്ക് യുവർ ഫാക്ട്. രാജ്യസഭയിലല്ല അദ്ദേഹം ആലപ്പുഴയിൽ. രാജ്യസഭയിലല്ല അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചത്. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് BJPക്ക് കാഴ്ചവെച്ചുകൊണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അത് ജയിക്കുമായിരുന്നു. അല്ല അതെ, അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ആലപ്പുഴയിൽ വീണ്ടും ഒരു അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയുമെന്ന് തന്നെ വെക്കുക. തീർച്ചയായിട്ടും കഴിഞ്ഞേക്കാം ഇന്നത്തെ UDF തരംഗത്തിൽ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ശശി തരൂരിനെ രാജിവെക്കാൻ സമ്മതിച്ചില്ല? രാജിവെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന് 5 സീറ്റുകൾ അധികം കൊണ്ടുവരുമായിരുന്നല്ലോ. അത് ചെയ്യുന്ന അന്യായമായിരുന്നില്ലേ ശശി തരൂരിനോട്? ഇന്നത്തെ സിറ്റുവേഷനിലെ ശശി തരൂർ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം ചെയ്ത പല പ്രവൃത്തികളും കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുവെ അദ്ദേഹത്തെ ഒരു മാറ്റി നിർത്തുന്ന പ്രക്രിയയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് കാരണം ബിജെപിയിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് നമ്മൾ ശശി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത്, വേറെ ആരുമല്ല. അത് നമുക്കൊക്കെ നമ്മളിപ്പോ അതല്ല ഞാൻ പറയുന്നത്. KC വേണുഗോപാലിനേക്കാൾ അർഹതയുള്ള ജനപ്രിയതയുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. K മുരളീധരൻ, ശശി തരൂർ, സതീശൻ, രമേശ് ചെന്നിത്തല. ഇവരിലും ഇനി വേണമെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഇതിനെക്കാട്ടിലൊക്കെ സീനിയർ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നതിന് പറയുന്ന കാരണം ഈ സുധാമേനോൻ പറഞ്ഞതിന്റെ ഒരു പരിഹാസ്യമായ ഒരു ലോബിയിങ്. അതൊരു ഫാൻ ക്ലബ് കമന്റ് എന്ന് പറഞ്ഞു. അതെ, ഫാൻഡം ആണെന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് അതല്ല, പിന്നീട് KCയുടെ എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മത്സരത്തിനില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് KCക്ക് കഴിയുന്നില്ല? ആ ചോദ്യത്തിന് KC മറുപടി പറഞ്ഞേ കഴിയും. അദ്ദേഹം ഉത്തരവാദിത്വം അത് ഞാനൊരു ഡൽഹിയിൽ
ദില്ലിയിലെ ഒരു ജേർണലിസ്റ്റോട് ചോദിച്ചു, മലയാളി ജേർണലിസ്റ്റോട് ചോദിച്ചു അതെന്താണ് അങ്ങനെ. അത് അദ്ദേഹം പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, KCക്ക് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹോം മിനിസ്റ്റർ ആകേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് മറുപടി കിട്ടിയത്, ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഭാവിയെ പറ്റിയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് നടക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന പൊസിഷൻ, അദ്ദേഹത്തിന്റെ കവറ്റഡ് പൊസിഷൻ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ KCക്ക് ഈ ഒരു ആഗ്രഹത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വിഷമമുണ്ട്. അത് ഹൈക്കമാൻഡിന് മാത്രമേ ആ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയൂ. ഹൈക്കമാൻഡ് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിനെ നമുക്കൊന്ന് ഡീമിസ്റ്റിഫൈ ചെയ്യാം. അത് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ സോണിയയുമായി ആലോചിക്കും. പിന്നെ ആ തീരുമാനം പറയുന്നത് കൂടി KC വേണുഗോപാലിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഖാർഗെ. ഇത് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി, ഖാർഗെ പ്ലസ് ആന്റണി, ഇതായിരിക്കും ഹൈക്കമാൻഡ്. KC വേണുഗോപാൽ ഒരു പ്ലസ് KC വേണുഗോപാൽ ഇതിൽ ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന്റെ പേര് ആരാണ് പിന്നെ ഹൈക്കമാൻഡിൽ ഈ 5 പേർ കൂടെ, ഈ 4 പേർ കൂടാതെ ആരാണ് കേരള കോൺഗ്രസ്? AK Antony is only a consultant. He's only a consultant. He is not a part of the consultant or not on this decision, he will be part of it. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറിയാൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അവസാന വാക്ക് AK ആന്റണിയുടേതായിരിക്കുമെന്നാണോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അത്തരത്തിൽ അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനായ ആള് അദ്ദേഹമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു പേര് ചോദിക്കുന്നവർ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ലാസ്റ്റ് വേർഡ്. അദ്ദേഹം പറയുവാണ് ഇന്ന ആളാണ്. താങ്കൾ ഉറച്ചു പറയൂ, താങ്കൾ ഒരു നിലപാടെടുത്താലും അപ്പൊ അവസാന വാക്ക് AK ആന്റണിയുടേതാണെന്ന് താങ്കൾ കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും ആണോ? അത് പറയണോ? അത് പറയൂ. അത് എളുപ്പമുണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം പഴയ AK ആന്റണി അല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ ദേശീയ സ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ്, ദൈനംദിന കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അറിവ്, ഇതെല്ലാം പഴയ AK ആന്റണി അല്ല. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അദ്ദേഹവുമായി ദീർഘമായി സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുതിയ ഒരു തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ വരാൻ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ BJPയിൽ പോയി. പഴയ AK ആന്റണി അല്ല. ആയിരിക്കും സർ. ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഗാന്ധി കുടുംബത്തിന് അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരള കാര്യത്തിൽ അവസാന വാക്ക് ആന്റണി ആണെങ്കിൽ ആന്റണിയുടെ ആരായിരിക്കും ഫേവറേറ്റ് താങ്കളുടെ അഭിപ്രായത്തിൽ? ഞാൻ കേട്ടത് സതീശനാണോ? ഓക്കെ, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ചോദിക്കാം. ഞാൻ 3-ാം തീയതി പോകുന്നുണ്ട്. ഞാൻ 3-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം തിരുവനന്തപുരത്ത് 2-3 ദിവസം ഉണ്ടാവും. ഞാൻ AKയോട് ചോദിക്കാം. കാരണം AK പിന്നീട് പറയുന്നതിൽ രഹസ്യമൊന്നുമില്ലല്ലോ. ഞാൻ റിപ്പോർട്ട് ചെയ്യാനും അല്ല. ഞാൻ അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ തെക്ക് വടക്ക് പരിപാടിയിൽ AK ആന്റണിയുടെ മനസ്സറിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായി ഇത് പങ്കുവെക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്കതിൽ ആരായാലും എന്താ കാര്യം? ഞാൻ ചോദിച്ചു പലരോടും. അദ്ദേഹം പറഞ്ഞത് നമുക്ക് AKയോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമുക്ക് അത്രയ്ക്ക് നമുക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം, ഇത് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന പരസ്യമായ ലോബിയിങ് രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും അവർക്ക് നല്ലതല്ല, കോൺഗ്രസിനും നല്ലതല്ല, UDFന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നല്ലതല്ല. താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സതീശൻ നിശബ്ദനാണ്. അദ്ദേഹം റിസോർട്ടിൽ പോയി താമസിക്കുന്നു, ട്രക്കിങ്ങിന് പോകുന്നു, ജീൻസും ഷർട്ടും ഇട്ട് യുവാവായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവർ ഉപജാപം നടത്തുമ്പോൾ സതീശന് മനസ്സിലാവുന്നുണ്ട് തന്നെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അതിൽ പഴയ A ഗ്രൂപ്പിൽപ്പെട്ടവരും തനിക്കെതിരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൂടി താങ്കളൊന്ന് ശ്രദ്ധിക്കണം. പഴയ A ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ അവശിഷ്ട ഉമ്മൻചാണ്ടി ഗ്രൂപ്പും സതീശനെതിരാണ്, KCയും എതിരാണ്, രമേശ് ചെന്നിത്തലയും എതിരാണ്. അപ്പൊ ഹീസ് അണ്ടർ സീച്ച്. അദ്ദേഹത്തെ ഉപരോധത്തിലാണ് കോൺഗ്രസിനകത്ത്. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ടെൻഷൻ. അത് മറികടക്കാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള തുറുപ്പ് ഷീട്ടുകൾ 2 ജനപ്രിയത, മുസ്ലിം ലീഗിന്റെ മറ്റ് ഘടക കക്ഷികളുടെയും പിന്തുണ. ജനാധിപത്യത്തിൽ അതാണ് വിജയിക്കുന്നതെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാവും. അല്ലെങ്കിൽ കോൺഗ്രസിന് വളരെ വളരെ മോശം കാലമാണ്. ഒരു വിജയം പോലും
കാരണം ചെറിയ മെജോറിറ്റി ആണെങ്കിൽ സതീശൻ അല്ലെങ്കിൽ വലിയ വലിയ അന്തഛിദ്രത്തിലേക്ക് കോൺഗ്രസ് അതിവേഗം പോകും. അതായത് ഒരു 85 സീറ്റിനപ്പുറം അല്ല UDF-ന് ഭൂരിപക്ഷമെങ്കിൽ ഇത്തരത്തിൽ പുറത്തുനിന്ന് പാരച്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന KC വേണുഗോപാലോ അതിന്റെ ഒരു രാഷ്ട്രീയ പ്രൈം കഴിഞ്ഞ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത് വലിയ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് അവർ കരുതുന്ന ഇതിന് വലിയ ദോഷം ചെയ്യും. അത് ഒരു പക്ഷേ BJP-യെ സഹായിക്കും എന്ന ഭയവും എനിക്കുണ്ട്. CPM-നെ അല്ല സഹായിക്കുക. സതീശനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ CPM ഏകാഗ്രമായി ആക്രമിക്കാൻ ഒറ്റ കോൺഗ്രസ് നേതാവ് സതീശനായിരുന്നു. എന്തുകൊണ്ട് അവർ KC വേണുഗോപാലിനെ ആക്രമിക്കാൻ സമയം അതിക്രമിക്കട്ടെ, നമ്മളവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. ഇത് എങ്ങനെ ഡിസിഷൻ വന്നാലും നമുക്ക് മെയ് 4-ന് ഇതിന്റെ ആരാണ് UDF ആണെന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ എന്തായാലും അറിയും. നമ്മൾ പറയാതെ തന്നെ അറിയും. നമ്മൾ പറയുന്നത് താങ്കൾ പറയുന്നു AK ആന്റണി ഫൈനലായിട്ട് നിശ്ചയിക്കുമെന്ന്. ഞാൻ കരുതുന്നു ജനാഭിപ്രായവും പൊതു UDF-ന്റെ അഭിപ്രായവും സതീശനെ സഹായിക്കുമെന്ന്. അതന്നെ, അങ്ങനെ വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്.